ഹായ്, ഞാൻ മോളമ്മയാണ്. ഷുഗർ ബാറിൽ നിന്നും നമുക്ക് ഒരു 10 പാളയൻകുടൻ പഴം എടുത്ത് വയ്ക്കാം, 4 കോഴിമുട്ടകൾ എടുത്ത് വയ്ക്കാം, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വയ്ക്കാം, 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ വാനിലയുടെ എസൻസ്, 10 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചും വയ്ക്കാം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് കേക്കെന്നോ പുഡിങ്ങെന്നോ വിളിക്കാവുന്ന ഈ റെസിപ്പി നമുക്കൊന്നുണ്ടാക്കാമേ. പഴങ്ങളെല്ലാം ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, അതായത് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 10 പഴത്തിന് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്, കാണാമല്ലോ. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 കോഴിമുട്ടകളാണ്. അത് 4ഉം പൊട്ടിച്ചൊഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. നമ്മുടെ ഈ റെസിപ്പിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇതിനായിട്ട് ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. ഒരൊറ്റ മിക്സിയുടെ ജാറും കൊണ്ട് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ മൈദയോ ഗോതമ്പ് പൊടിയോ ആഡ് ചെയ്യേണ്ട, ബട്ടറോ എണ്ണയോ ആവശ്യമില്ല. അടിപൊളി റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന് ശേഷം, അതായത് മുട്ടയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം, ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാരയിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം ബേക്കിംഗ് പൗഡറും വാനിലയുടെ എസൻസും ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പിക്ക് വേണ്ടി ചെയ്യാനുള്ളത്. ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്തതിന് ശേഷം ഈ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കാഷ്യൂ നട്ട്സ് ഇല്ലേ, അതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാൽ ഒന്നും കൂടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വർദ്ധിക്കും. ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഈ ബ്രൗണിക്കൊക്കെ വേണ്ടി ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. അതിൽ നിന്നും കുറച്ചിട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും പിന്നെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. പിന്നെ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 170 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നല്ല ഇടിയും മഴയും ആയതിനാൽ ഓവൻ യൂസ് ചെയ്യാതെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ ഒരു 10 മിനിറ്റ് മീഡിയം തീയിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച്, ചെറിയ ബേക്കിംഗ് ട്രേ ആണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ആ റിങ്ങിൻ്റെ മുകളിലേക്കാണ് ഈ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് വേവിച്ചെടുത്തത്. 40 മിനിറ്റ് എടുത്തു. ഇടയ്ക്കൊന്ന് സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക, വെന്തോ ഇല്ലയോ എന്നറിയാനാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റും കൊണ്ട് ഒരു ഗണാഷ് ഉണ്ടാക്കി ഒഴിച്ചിട്ട് സെർവ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഒരു പുഡിങ്ങായിട്ടോ അല്ലെങ്കിൽ ഒരു കേക്കായിട്ടോ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. ഇത് വെറുതെ പഴം കളയാതെ നമ്മളുടെ കുട്ടികൾക്കായി ഇതുണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർ എൻജോയ് ചെയ്തോളും. അത്രയേ ഉള്ളൂ. നല്ല റെസിപ്പിയാണ്. ട്രൈ ഇറ്റ്. താങ്ക് യു.